സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ജൂൺ 26 തീയതി ശനിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രജാതരെ കുറിച്ച് പറയാം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ഒക്കെ ചെയ്യുക. ഒന്ന് ഫ്രീ ആയിട്ട് ജ്യോതിഷമൊക്കെ നോക്കാനായിട്ട് 11 മണിയുടെ ഫ്രീ ലൈവിലേക്ക് വരിക. മെമ്പർഷിപ്പ് എടുത്ത് 29 എടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് ഫ്രീ ലൈവിലേക്ക് വരിക. ലൈവ് വരുമ്പോൾ കാലത്തും വൈകുന്നേരം ലൈവിൽ വരുമ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞിട്ടണം, എന്നാലാണ് അറിയുള്ളൂ. അതുപോലെ തന്നെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം, താഴെ കാണുന്നതിലും ബന്ധപ്പെടാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് വന്ന കണ്ടശനിയൊക്കെ മാറിയിട്ട് ഭഗവാന്റെ ശനീശ്വരൻ്റെ അനുഗ്രഹം കിട്ടാനും നക്ഷത്രങ്ങളെക്കുറിച്ച് പറയാം. ഞാൻ മുന്നുള്ള വീഡിയോസിൽ ശനീശ്വരനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. അപ്പോൾ പറയുന്ന നക്ഷത്രക്കാരൊക്കെ ഇപ്പോൾ കാക്കയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശനീശ്വരൻ്റെ കുറച്ചുകൂടി അനുഗ്രഹം കിട്ടും. കിട്ടാത്തൊരു ശിവക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വഴിപാടൊക്കെ നടത്തുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രജാതരെ കുറിച്ചിട്ടാണ് പറയാം. രോഹിണി നക്ഷത്രജാതർക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. രോഹിണി നക്ഷത്രക്കാർ ശനീശ്വരൻ്റെ പ്രീതിക്ക് പത്രികരയുന്ന സർവ്വത്തിലുള്ള ദുരിതങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറുന്ന വീട് വാഹനമൊക്കെ ഇടുന്നൊരു സമയമായിരിക്കും. നിങ്ങൾക്ക് നല്ല ഒരു ഐശ്വര്യത്തിലേക്ക് വരുന്നൊരു സമയമായിരിക്കും ജൂൺ 26 മുതൽ. അതുപോലെ തന്നെ അടുത്താണ് ഉത്രട്ടാതി നക്ഷത്രം. അപ്പോൾ രോഹിണി നക്ഷത്രക്കാരും ശനീശ്വരായ നമ്മളാണ് ജപിക്കണം കേട്ടോ. അതുകൊണ്ട് ഉത്രട്ടാതി നക്ഷത്രജാതരാണ്. സർവ്വത്തിൽ ഐശ്വര്യപൂർത്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നീലശംഖുപുഷ്പം കൊണ്ട് ശിവനടയിലൊക്കെ അർച്ചനയൊക്കെ നടത്തുക കേട്ടോ, ഉത്രട്ടാതി നക്ഷത്രം. അതുപോലെ ആയില്യം നക്ഷത്രക്കാർ നല്ലൊരു ഐശ്വര്യപൂർത്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളും ശിവപ്രീതി വരുത്തുക, ശിവക്ഷേത്രത്തിലൊക്കെ പോയി ദർശനമൊക്കെ നടത്തുക. അല്ലാത്ത നക്ഷത്രത്തിന് സർവ്വത്തിലുള്ള ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്, കാലഘട്ടമാണ്. സർവ്വ ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ തീർന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. ഗണപതി ഭഗവാനും മഹാദേവനും വഴിപാട് നടത്തണം കേട്ടോ. അത് നക്ഷത്രജാതർ. അതുപോലെ അടുത്ത വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖ നക്ഷത്രത്തിലെ അഭിവൃദ്ധിയും കഷ്ടപ്പാടുകളൊക്കെ ഒരു മാറി നല്ല അനുഗ്രഹത്തിലേക്ക് വരുന്നൊരു സമയമാണ്. ശിവഭഗവാനോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പൂരാടം നക്ഷത്രജാതർക്കും സർവ്വത്തിലെ ദുരിതങ്ങളൊക്കെ തീർന്ന അനുഗ്രഹത്തിലേക്ക് വരുന്നൊരു സമയമാണ്. ശിവഭഗവാനോട് പ്രാർത്ഥിക്കുക. അത് ഉത്തരം നക്ഷത്രത്തിനും സർവ്വത്തിലെ ഐശ്വര്യ അഭിവൃദ്ധിക്ക് ശനി ഭഗവാൻ തരും. നിങ്ങളും മഹാദേവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, മഹാദേവൻ്റെ അനുഗ്രഹം മേടിക്കുക, ക്ഷേത്രത്തിലൊക്കെ പോയി ദർശനം. പൂരം നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ മഹാദേവനെ പ്രാർത്ഥിക്കുക, സർവ്വത്തിലെ അഭിവൃദ്ധി ഉണ്ടാകും. ഈ 8 നക്ഷത്രക്കാർക്കും സർവ്വത്തിലെ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പറയുന്നതൊക്കെ പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയാം. നിങ്ങളുടെ ജാതകവശാൽ ശനിയുടെ സ്ഥാനമൊക്കെ നോക്കിയിട്ടാണെങ്കിലും പറയാം. ഇപ്പോൾ കണ്ടശനി പോലുള്ള ഇതൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു സർവ്വത്തിലെ ഐശ്വര്യത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. ശനീശ്വരൻ്റെ ഒരു അനുഗ്രഹം കിട്ടുന്ന സമയം നിങ്ങൾക്ക് വാഹനം, വീട് മുതലായവയൊക്കെ ലഭിക്കാനുള്ള സാധ്യത, വിദേശയാത്രയൊക്കെ പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസം പറയുന്ന വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ജാതകം നോക്കാനായിട്ട് നമ്മൾ 29 മെമ്പർഷിപ്പ് എടുത്ത് ലൈവ് ചാറ്റിലേക്ക് വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കിടന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ പൂജ പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർ പഠിക്കും. ക്ഷേത്രപൂജ, മലബാര ക്രിയകൾ, ക്ഷേത്രൻ, കാളി, കരിങ്കുട്ടി, കരിങ്കാളി അങ്ങനെയുള്ള മൂർത്തികളുടെ കരിനീല്, കാരനീല്, കാപ്പിരി, മുത്തപ്പൻ, ജിന്ന്, കടമുറ്റ സേവ, ഇതിനെക്കുറിച്ചൊക്കെ അറിയാനും പഠിക്കാനും ഒക്കെ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. നടത്തുന്ന നമസ്തേ.